Science next lesson, light and sound. Lamp, sun, torch. ഇതിനൊക്കെ നമുക്ക് ലൈറ്റ് സർക്കിൾ ദ ഓബ്ജെക്ട്സ് വിച്ച് ഹെൽപ്പ് us to see light. Earth supports life because it receives plenty of light and heat from the sun. Light enables us to see objects around us. Plants, animals, and all other living organisms need light to survive. We hear sound all around us. Sound enables us to communicate with each other. Sound is produced due to vibration of objects. Most of the sounds that we hear reach our ears through vibrations in the air. In this chapter, we will learn about these two components, light and sound. ഈ ലെസണിൽ നമ്മൾ ലൈറ്റും സൗണ്ടുമാണ് പഠിക്കാൻ പോകുന്നത്. ലൈറ്റ് നമുക്ക് എന്താണെന്നറിയാം, മെയിൻ സോഴ്സ് ലൈറ്റിൻ്റെ എന്താണ്, സണ്ണാണ്. പിന്നെ നമ്മുടെ ലാമ്പ്, ടോർച്ച്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട്. എർത്ത് സപ്പോർട്ട്സ് ലൈഫ് ബിക്കോസ് ഇറ്റ് റിസീവ്സ് പ്ലെൻറ്റി ഓഫ് ലൈറ്റ് ഹീറ്റ് ഫ്രം ദ സൺ. അതായത് എർത്തിൽ എന്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്, അതായത് മെയിനായിട്ട് ലൈറ്റും ഹീറ്റും സണ്ണിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. അതായത് നമുക്കറിയാം, പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, സണ്ണിൻ്റെ സൺലൈറ്റ് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സണ്ണിൻ്റെ ലൈറ്റും ഹീറ്റും ജീവിക്കാനായിട്ടൊരു വലിയ രീതിയിൽ നമ്മെ സഹായിക്കുന്നു. ലൈറ്റ് അനേബിൾസ് അസ് ടു സീ ഓബ്ജക്ട്സ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള ഓബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ, സാധനങ്ങൾ, അത് കാണാനായിട്ട് എന്ത് വേണം, ലൈറ്റ് വേണം. ഇരുട്ടത്ത് കാണാൻ പറ്റില്ല. ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഓബ്ജക്ട്സ്, സാധനങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഓൾ അതർ ലിവിങ് ഓർഗാനിസംസ് നീഡ് ലൈറ്റ് ടു സർവൈവ്. സർവൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അവർക്ക് എന്ത് വേണം, ലൈറ്റ് വേണം. We hear sound all around us. Sound enables us to communicate with each other. ഇനി സൗണ്ടും വേണം, ലൈറ്റ് മാത്രമല്ല സൗണ്ടും വേണം. സൗണ്ട് എന്തിനാണ്, കമ്മ്യൂണിക്കേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പാസ് ചെയ്യാൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം മറ്റൊരാളിലേക്ക് അറിയിക്കുക, അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ത് വേണം, സൗണ്ട് വേണം. അപ്പോൾ ലൈറ്റും സൗണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലൈറ്റ് നമുക്ക് ജീവിക്കാനായിട്ട് ലൈറ്റ് വേണം, സണ്ണിൻ്റെ ഹീറ്റും ലൈറ്റും. ഇനി സൗണ്ട് എന്തിനാണ്, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ, കമ്മ്യൂണിക്കേഷൻ നടത്താൻ സൗണ്ട് ആവശ്യമാണ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ, സാധനങ്ങളെയാണ് ഈ ഓബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഓബ്ജക്റ്റുകളുടെ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റുകളുടെ കമ്പനം, വൈബ്രേഷൻ, ഈ കമ്പനം അല്ലെങ്കിൽ ഇളക്കം, അനക്കം, അതുവഴിയാണ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വൈബ്രേഷൻ വഴിയാണ് സൗണ്ട് കേൾക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വൈബ്രേഷനൊക്കെ ഇനി വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓബ്ജക്ട്സിൻ്റെ വൈബ്രേഷൻ കാരണമാണ് സൗണ്ട് കേൾക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് ദാറ്റ് വി ഹിയർ റീച്ച് അവർ ഇയേഴ്സ് ത്രൂ വൈബ്രേഷൻ. അതായത് നമ്മൾ കേൾക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കമ്പനങ്ങൾ വഴി, അതായത് അതിൻ്റെ അനക്കങ്ങൾ വഴിയാണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ അബൌട്ട് ദീസ് ടു കോമ്പണൻറ്റ്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട്. ലൈറ്റ്, ഫസ്റ്റ് വൺ ലൈറ്റ്. അപ്പം നമ്മൾ ലൈറ്റിനെ കുറിച്ചും, ലൈറ്റും സൗണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് ലൈറ്റും ഹീറ്റും സണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. സൗണ്ട് ഓബ്ജക്ട്സിൻ്റെ വൈബ്രേഷൻ വഴി, അതായത് ചെവിയിലേക്ക് എത്തുന്നത് കമ്പനങ്ങൾ വഴിയാണ് സൗണ്ടുകൾ ചെവിയിലേക്ക് എത്തുന്നത്. അതായത് വൈബ്രേഷൻ വഴി, ഇളക്കങ്ങൾ, അനക്കങ്ങൾ വഴി. ദെൻ ലൈറ്റ്. ഇനി നമ്മൾ ലൈറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഓൺ ദ എർത്ത്. Life would not be possible without sun. Sunlight gives energy and warmth to every living thing. It takes about 8 minutes and 20 seconds for sunlight to reach the earth. Objects that give out light are called luminous objects. For example, the sun, candle, and lamp. Objects that do not give out light are called non-luminous objects. For example, paper, table, and bed. ലൈറ്റ്, നമുക്കറിയാം ലൈറ്റ്, അതായത് ഹീറ്റും ലൈറ്റിൻ്റെ മെയിൻ സോഴ്സ് എന്താണ്, സണ്ണാണ്. സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഓൺ ദ എർത്ത്. ലൈഫ് വുഡ് നോട്ട് ബി പോസിബിൾ വിത്തൗട്ട് സൺ. സണ്ണില്ലെങ്കിൽ ജീവിതം പോസിബിൾ അല്ല, ജീവിതം സാധ്യമല്ല.
സൺലൈറ്റ് ഗീവ്സ് എനർജി ആൻഡ് വാം ടു എവറി ലിവിങ് തിങ്. സൺലൈറ്റാണ് നമുക്ക് വേണ്ട എനർജിയും സണ്ണിൻ്റെ എനർജി വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. സോ സൺ ഗീവ്സ് അസ് എനർജി. പിന്നെ മാത്രമല്ല വാംത്ത്, ചൂടും തരുന്നു ടു എവറി ലിവിങ് തിങ്. എല്ലാ ജീവനുള്ള സാധനങ്ങൾക്കും ചൂടും എനർജിയും തരുന്നു. ഇറ്റ് ടേക്സ് അബൌട്ട് 8 minutes and 20 seconds ഫോർ സൺലൈറ്റ് ടു റീച്ച് ദ എർത്ത്. സണ്ണിൻ്റെ താഴെ എർത്ത്, നമുക്കറിയാം സണ്ണും പ്ലാനറ്റ്സും, അതൊരു പ്ലാനറ്റാണ് എർത്ത്. ആ എർത്തിലേക്ക് സൺലൈറ്റ് എത്താനായിട്ട് എത്ര സമയമെടുക്കും? 8 minutes and 20 seconds. മിനിറ്റ് അറിയാം, സെക്കൻഡ് നമുക്കറിയുന്നതാണ്. ഇനി ഓബ്ജക്റ്റ് ദാറ്റ് ഗിവ്സ് ഔട്ട് ലൈറ്റ് ആർ കോൾഡ് ലൂമിനസ് ഓബ്ജക്ട്സ്. അതായത് പ്രകാശിക്കുന്ന സാധനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? പ്രകാശിക്കുന്ന വസ്തുക്കളെ. ഓബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ, വസ്തുക്കൾ, ഓബ്ജക്ട്സ്. അപ്പോൾ ഓബ്ജക്ട്സ് ദാറ്റ് ഗിവ് ഔട്ട് ലൈറ്റ് ആർ കോൾഡ് ലൂമിനസ് ഓബ്ജക്ട്സ്. അതായത് പ്രകാശിക്കുന്ന വസ്തുക്കളെ, ഓബ്ജക്റ്റുകൾ എന്തെന്ന് വിളിക്കുന്നു? ലൂമിനസ് ഓബ്ജക്ട്സ്. ലൂമിനസ് ഓർത്തിരിക്കുക. ലൂമിനസ് ഓബ്ജക്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശിക്കുന്ന വസ്തുക്കൾ, ലൈറ്റ് തരുന്ന വസ്തുക്കൾ. എക്സാമ്പിൾ സൺ, കാൻഡിൽ, ലാമ്പ് വിളക്ക്. കാൻഡിൽ നമുക്കറിയാം, മെഴുകുതിരി. ഓബ്ജക്ട്സ് ദാറ്റ് ഡു നോട്ട് ഗിവ് ഔട്ട് ലൈറ്റ് ആർ കോൾഡ് നോൺ ലൂമിനസ് ഓബ്ജക്റ്റ്. ഇനി നമുക്ക് പ്രകാശം തരാത്ത വസ്തുക്കളെ ഈ ലൂമിനസിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ എന്നുള്ളത് ചേർക്കുക. ലൂമിനസിൻ്റെ മുന്നിൽ നോൺ ലൂമിനസ് ഓബ്ജക്ട്സ്, പ്രകാശിക്കാത്ത വസ്തുക്കൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ പേപ്പർ, ടേബിൾ, ബെഡ്. ഇതൊന്നും പ്രകാശിക്കില്ല. സോ പേരോർത്തിരിക്കുക, ലൂമിനസ് ഓബ്ജക്ട്സ്, നോൺ ലൂമിനസ് ഓബ്ജക്ട്സ്. ലൂമിനസ് പ്രകാശിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ ലൂമിനസ് ഓബ്ജക്ട്സ്, പ്രകാശിക്കാത്ത വസ്തുക്കൾ, പ്രകാശം തരാത്ത വസ്തുക്കൾ കേട്ടോ. ലൂമിനസ്, നോൺ ലൂമിനസ്. ദെൻ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. Light travels in a straight line. It cannot bend around the corners. You must have noticed that the streams of light coming through clouds or trees travel in a straight line. ഇനി ലൈറ്റിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പഠിക്കാൻ പോകും. ലൈറ്റിൻ്റെ പല പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒക്കെ വലിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് സഞ്ചരിക്കുകയാണ്. എവിടെ നിന്ന് ലൈറ്റ് വരികയായാലും അത് നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ്, വളഞ്ഞിട്ട് പോവില്ല ലൈറ്റ്. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ്, പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുക. സോ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ജസ്റ്റ് അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന് ഒരുപാട് തിയറീസ് പറയാണ്ട് നമുക്കത് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് കനോട്ട് ബെൻഡ് അറൗണ്ട്. അത് വളയില്ല. യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ സ്ട്രീംസ്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലൊക്കെ ലൈറ്റ് കാണുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗത്തായാലും ആ ഭാഗത്തേക്ക് അത് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ സ്ട്രീംസ് ഓഫ് ലൈറ്റ് കമ്മിങ് ത്രൂ ദ ക്ലൗഡ്സ് ഓർ ട്രീസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ട്രീസിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നായാലും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. പക്ഷെ അത് ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത്. ദെൻ next, reflection of light. When light falls on a smooth shiny surface like a mirror or a polished metal surface, it bounces back. This is called reflection of light. അതായത് ഈ ലൈറ്റിന് വേറൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് തിരിച്ചടിക്കും. അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രതിഫലിപ്പിക്കുക. ഒരു സ്ഥലത്ത് ലൈറ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തട്ടിയിട്ട് അത് തിരിച്ചടിക്കും, തിരിച്ച് ബാക്കിലേക്ക് അടിക്കും. അതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ ഇപ്പോൾ പഠിച്ചു. അതായത് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ രണ്ട് സ്വഭാവങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മതി. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് when light falls on a smooth shiny surface like a mirror or a polished metal surface. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മിനുമിനുത്ത
സ്ഥലത്ത് ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് അവിടുന്ന് തിരിച്ച് ബാക്കിലേക്ക് അടിക്കും. പോളിഷ്ഡ് മെറ്റൽ ഇറ്റ് ബൗൺസസ് ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തട്ടിയിട്ട് അത് തിരിച്ച് ബാക്കിലേക്ക് അടിക്കും. അതിനാണ് ബൗൺസസ് ബാക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിന് റിഫ്ലക്ഷൻ ഉണ്ട്, പിന്നെ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ലൈറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. When the reflected light enters your eyes, we can see the object that reflects it. അതായത് ഒരു സ്ഥലത്ത് തട്ടിയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ തിരിച്ചറിയുന്നത്. Then there are 3 types of objects: opaque, translucent and transparent. ഈ പേരുകൾ ഓർത്തിരിക്കുക. When light, അതായത് പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. ഒപ്പേക്ക് ഉണ്ട്, ട്രാൻസ്ലൂസൻ്റ് ഉണ്ട്, ട്രാൻസ്പാരൻ്റ് ഉണ്ട്. വെൻ ലൈറ്റ് ഹിറ്റ്സ് എ സർഫസ് ആൻഡ് കനോട്ട് പാസ് ത്രൂ ഇറ്റ് ദ സർഫസ് ഈസ് കോൾഡ് ഒപ്പേക്ക്. ഫോർ എക്സാമ്പിൾ ബുക്ക്, അലുമിനിയം ഫോയിൽ എക്സെട്ര. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ അതിനെ, ആ സാധനങ്ങളെ ഒപ്പേക്ക്, ലൈറ്റിനെ കടത്തിവിടാത്ത സാധനങ്ങളാണെങ്കിൽ അതിനെ ഒപ്പേക്ക് ഓബ്ജക്ട്സ് എന്ന് വിളിക്കും. ഒപ്പേക്ക് ബുക്ക്, അലുമിനിയം ഫോയിൽ എക്സെട്ര. ഇനി ദ ഓബ്ജക്ട്സ് വിച്ച് allow light to pass through them partially are called translucent. ഇനി ലൈറ്റിനെ പകുതി മാത്രം കടത്തിവിടും, മുഴുവൻ കടത്തിവിടില്ല, പകുതി മാത്രം കടത്തിവിടുന്ന ഓബ്ജക്ട്സ് ആണെങ്കിൽ, വസ്തുക്കളാണെങ്കിൽ അതിനെ ട്രാൻസ്ലൂസൻറ്റ് ഓബ്ജക്ട്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ടിഷ്യൂ പേപ്പർ, ഗൂഗിൾ കണ്ണട, ടിഷ്യൂ പേപ്പർ, ഇതിൽ കൂടെയൊക്കെ പകുതി ലൈറ്റ് മാത്രമേ കടത്തിവിടുള്ളൂ, മുഴുവൻ ലൈറ്റ് കടന്നു പോവില്ല. അങ്ങനത്തെ സാധനങ്ങളെ ട്രാൻസ്ലൂസൻറ്റ് എന്ന് വിളിക്കുന്നു. The objects through which light to pass through them completely are called transparent. For example, glass, water, etc. ഇനി ചില സാധനങ്ങളിൽ കൂടെ ലൈറ്റ് പോവുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ആ ലൈറ്റ് അതിൽ കൂടെ കടന്നു പോകും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ട്രാൻസ്പാരൻറ്റ്. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, നമ്മുടെ ഗ്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയേ അതിൽ കൂടെ പെട്ടെന്ന് അത് അപ്പുറത്തേക്ക് കിടക്കും. അതുപോലെ തന്നെ വാട്ടറിലേക്ക് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക്, കിണറ്റിലേക്കൊക്കെ നമ്മൾ ലൈറ്റ് അടിക്കാറില്ല, ഇത് ശരിക്കും കാണാറുണ്ട് അതിൽ. അപ്പോൾ ചില സാധനങ്ങളിൽ കൂടെ ലൈറ്റ് മുഴുവനായിട്ട് കടന്നു പോവും ചില സാധനങ്ങളിൽ കൂടെ. അങ്ങനെ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളെയാണ് ട്രാൻസ്പാരൻറ്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഗ്ലാസും വാട്ടറും. ചില സാധനങ്ങളിൽ കൂടെ കുറച്ച് മാത്രം ലൈറ്റേ കടന്നു പോവുള്ളൂ, പാർഷ്യലി, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ലൂസൻറ്റ്. ഇനി ചില വസ്തുക്കളിൽ കൂടെ ലൈറ്റ് തീരെ കടന്നു പോവില്ല. ഇപ്പോൾ ഒരു വലിയൊരു ബുക്ക് പിടിച്ചിട്ടുണ്ട്, ആ ബുക്കിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു എന്ന് വിചാരിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ആ ലൈറ്റ് കാണില്ല, കാരണം ആ ബുക്ക് ലൈറ്റിനെ കടത്തിവിടില്ല. അപ്പോൾ ലൈറ്റിനെ തീരെ കടത്തിവിടാത്ത സാധനങ്ങളെ ഒപ്പേക്ക് ഓബ്ജക്ട്സ് എന്ന് വിളിക്കും. ലൈറ്റിനെ കുറച്ച് ചെറുതായിട്ട് കടത്തിവിടുന്നതിനെ ട്രാൻസ്ലൂസൻറ്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. അതായത് പാർഷ്യലി, പകുതി കടത്തിവിടുക, പാർഷ്യലി. അപ്പോൾ തീരെ ലൈറ്റ് കടന്നു പോവാത്ത സാധനങ്ങളെ ഒപ്പേക്ക്, കുറച്ച് മാത്രം കടത്തിവിടുന്നതിനെ ട്രാൻസ്ലൂസൻറ്റ്. ഇനി ലൈറ്റിനെ ഫുള്ളായിട്ട് കടത്തിവിടുന്ന ഓബ്ജക്ട്സിനെ ട്രാൻസ്പാരൻറ്റ് ഓബ്ജക്ട്സ് എന്ന് വിളിക്കും. ട്രാൻസ്പാരൻറ്റ്, ഒപ്പേക്ക്, ട്രാൻസ്ലൂസൻറ്റ്, ട്രാൻസ്പാരൻറ്റ്. നെക്സ്റ്റ് സൗണ്ട്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഈ ലെസണിൽ ലൈറ്റും സൗണ്ടുമാണ് പഠിച്ചത്. ലൈറ്റും സൗണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ലൈറ്റും വേണം, സൗണ്ടും വേണം. സണ്ണിൻ്റെ ലൈറ്റും ഹീറ്റുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ള ഓബ്ജക്റ്റുകളിൽ നിന്ന്, ടോർച്ച്, ലാമ്പ്, അതിൽ നിന്നും നമുക്ക് ലൈറ്റ് കിട്ടുന്നു. തീയിൽ നിന്നും ലൈറ്റ് കിട്ടുന്നു, നമുക്ക് പ്രകാശവും ചൂടൊക്കെ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റും സൗണ്ടും പഠിക്കുകയാണ്. അതിൽ ലൈറ്റ് 2 ഗുണങ്ങൾ പഠിച്ചു. അതായത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കുന്നു, പിന്നെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഒരു സ്ഥലത്ത് തട്ടി അത് പ്രതിഫലിച്ചു വരാനായിട്ട് പറ്റും ലൈറ്റിന്. പിന്നെ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പഠിച്ചു. ഇനി ലൈറ്റ് കടത്തി വിടാത്ത സാധനങ്ങൾ ഒപ്പേക്ക് എന്ന് വിളിക്കുന്നു. കുറച്ച് കടത്തി വിടുന്നതിനെ ട്രാൻസ്ലൂസൻറ്റ്, നന്നായി കടത്തി വിടുന്നതിനെ ട്രാൻസ്പാരൻ്റ് എന്ന് പഠിച്ചു. ഇനി അടുത്തത് സൗണ്ടാണ്. Sound can travel only through a medium.
Sound is a sensation created in the brain by vibrations. Like light, sound travels through the air in the form of waves. We hear all kinds of sounds with the help of our ears. Irregular sound waves create noise, while regular repeating sound waves produce musical notes. Types of sounds. There are different types of sounds: pleasant, unpleasant, soft or loud. അതായത് സൗണ്ട് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ എ മീഡിയം. എന്തെങ്കിലും ഒരു സാധനം മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ, മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് സഞ്ചരിക്കുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ആ സംസാരിക്കുന്നത് വേറൊരാൾക്ക് കേൾക്കുന്നത് അത് എയറിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. എയർ എന്ന് പറയുന്ന ഒരു മീഡിയം അതിനിടയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത്, നമ്മുടെ ചുറ്റുള്ള എയർ. അപ്പോൾ എയറാണ് സൗണ്ട് സഞ്ചരിക്കുന്ന നമ്മുടെ അടുത്തുള്ള മീഡിയം. ഇനി സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടെ മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ എയർ. സൗണ്ട് ഈസ് എ സെൻസേഷൻ ക്രിയേറ്റഡ് ഇൻ ദ ബ്രെയിൻ ബൈ വൈബ്രേഷൻ. അതായത് സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലയോടിൻ്റെ ഉള്ളിലുള്ള ബ്രെയിൻ, തലച്ചോറ്, അതിൽ ചില പ്രകമ്പനങ്ങൾ, ചില കമ്പനങ്ങൾ, ചില ഇളക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ ബയോളജിയിൽ പഠിക്കട്ടോ. പിന്നെ ഈ ബ്രെയിനിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ബ്രെയിനിലെ വൈബ്രേഷൻ വഴിയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. കുറേ അല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അത് നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല അത്. ദെൻ ലൈക്ക് ലൈറ്റ്, സൗണ്ട് ട്രാവൽസ് ത്രൂ ദ എയർ ഇൻ ദ ഫോം ഓഫ് വേവ്സ്. സൗണ്ടിൻ്റെ പോലെ തന്നെ വേവ്സ്, തരംഗങ്ങൾ വഴിയാണ് സൗണ്ടും യാത്ര ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. വി ഹിയർ ഓൾ കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഇയേഴ്സ്. എല്ലാ ടൈപ്പ് സൗണ്ടുകളും നമ്മുടെ ഇയേഴ്സിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇറഗുലർ സൗണ്ട് വേവ്സ് ക്രിയേറ്റ് നോയ്സ്. റെഗുലറായിട്ടുള്ള സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ട്. ഇറഗുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ ശരിയല്ലാത്ത സൗണ്ട്, അതായത് ഉറക്കെയുള്ള ഒച്ചപ്പാടും ബഹളങ്ങളും, അതാണ് ഇറഗുലർ സൗണ്ട് ക്രിയേറ്റ്. അതിനെയാണ് നോയ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇറഗുലർ ശരിയല്ലാത്ത ഉറക്കെയുള്ള ഉച്ചത്തിലുള്ള സൗണ്ടാണ് നോയ്സ്. റെഗുലർ സൗണ്ടാണ് നമ്മൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ചെവിക്ക് പ്രശ്നമാണ്. റെഗുലറിൻ്റെ ഓപ്പോസിറ്റാണ് ഇറഗുലർ. ദെൻ റെഗുലർ റിപ്പീറ്റിംഗ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് മ്യൂസിക്കൽ നോട്ട്. റെഗുലർ ആയിട്ടുള്ള സൗണ്ട് നല്ല മ്യൂസിക്കായിട്ട് നല്ല ശാന്തമായിട്ടുള്ള സൗണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇറഗുലർ, അതാണ് ഒച്ചപ്പാട്, നോയ്സ്. ഇനി ടൈപ്സ് ഓഫ് സൗണ്ട് തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്ലസൻറ്റ്, അൺപ്ലസൻറ്റ്, സോഫ്റ്റ് ഓർ ലൗഡ്. പ്ലസൻറ്റ് നല്ല രസമായിട്ടുള്ളത്, അൺപ്ലസൻറ്റ് ഭയങ്കര ഘോരമായിട്ടുള്ളത്. ഓപ്പോസിറ്റാണ് പ്ലസൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് അൺപ്ലസൻറ്റ്. സോഫ്റ്റ് നമുക്കറിയാം, സോഫ്റ്റ് ആയിട്ടുള്ളത്. ലൗഡ് ഉറക്കെയുള്ളത്. അങ്ങനെ പല ടൈപ്പ് സൗണ്ട് ഉണ്ട്. ഓക്കെ.